ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെ, അവിടുന്ന് ആദ്യനും അന്ത്യനുമാണ്. അതെ, നമ്മുടെ കർത്താവ് സ്തുതികൾക്ക് യോഗ്യനാണ്. അവൻ മാത്രം സ്തുതികൾക്ക് യോഗ്യൻ. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലല്ല പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനങ്ങൾ. ഒരു നല്ല പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് ദാനമായി നൽകിയല്ലോ. കർത്താവിൻ്റെ മഹത്വമുള്ള നാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും വീണ്ടും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ പ്രഭാത വന്ദനങ്ങൾ അറിയിക്കുന്നു. അതെ, പരീക്ഷകൾ സഹിക്കണം. കർത്താവിൻ്റെ പരീക്ഷകൾ നാം സഹിക്കണം. പരീക്ഷ വേണ്ടെന്ന് പറയാൻ പാടില്ല. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തിന് സ്തോത്രം. കുഞ്ഞുങ്ങൾ പരീക്ഷ വേണ്ടെന്ന് പറയും. പരീക്ഷ അവർക്ക് ഇഷ്ടമല്ല. എന്നാൽ അഭ്യസ്തവിദ്യരായ അഥവാ കർത്താവിൻ്റെ മക്കളായ ക്രിസ്തുവാകുന്ന തലയോളം വളരുവാൻ ദൈവത്തിൻ്റെ ചട്ടങ്ങൾ പഠിക്കുന്ന സ്വർഗീയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ, അവർ പരീക്ഷ സഹിക്കുവാൻ ബാധ്യസ്ഥരാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം നൽകുന്ന പരീക്ഷ അത് നമുക്ക് ഗുണകരമായിരിക്കും. ദൈവം നമ്മെ ദോഷങ്ങളാൽ പരീക്ഷിക്കാത്ത ദൈവമാണ്. ദൈവം നമ്മെ പല വിധത്തിലും പരീക്ഷിക്കും. പരീക്ഷയ്ക്ക് പല ഉദ്ദേശങ്ങളുണ്ട്. നാം ദൈവസ്ഥിരത വിട്ടുപോകാതിരിപ്പാൻ, പാപം ചെയ്യാതിരിപ്പാൻ, നമ്മുടെ ഉള്ളിലുള്ള കീടങ്ങൾ മാറിക്കിട്ടുവാൻ, വാസ്തവമായി നാം കർത്താവിനെ സ്നേഹിക്കുന്നു എന്നറിയുവാൻ ഒക്കെ പരീക്ഷ ഒരു മുഖാന്തരമായിരിക്കും, ഒരു കാരണമായിരിക്കും. അതുപോലെ നാം നിഗളിച്ചു പോകാതെ ഇരിക്കുവാൻ ഒക്കെ നമുക്ക് പരീക്ഷ കിട്ടിയെന്നിരിക്കും. ദൈവത്തിന് സ്തോത്രം. എങ്ങനെയാണ് ദൈവം നമ്മെ പരീക്ഷിക്കുന്നത്? പല വിധത്തിൽ ദൈവം നമ്മെ പരീക്ഷിക്കും. ഏറ്റവും സ്നേഹിക്കുന്നത് ചോദിക്കും. അബ്രഹാമിൻ്റെ അനുഭവം നമുക്കറിയാം. അബ്രഹാം അതിൽ വിജയിച്ചു, കൊടുത്തു. ദൈവം നമ്മോട് ചോദിക്കുന്ന ഏറ്റവും പ്രിയമുള്ളതിനെ നമുക്ക് കൊടുക്കാൻ പറ്റുമോ? ഏറ്റവും വലുതിനെ, ഏറ്റവും ഇഷ്ടമുള്ളതിന്. അബ്രഹാം വിജയിച്ച പോലെ നാം വിജയിക്കുമോ? അതുപോലെ പുറപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നു, ഇടിമുഴക്കം കേൾപ്പിച്ച് ചുറ്റുപാടുമുള്ള സകലതും കുലുങ്ങുമാർ ഇടിമുഴക്കം കേൾപ്പിച്ചു. ഭയങ്കരമായ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തി ദൈവം പേടിപ്പിക്കും, ഭയപ്പെടുത്തും, പരീക്ഷിക്കും. ചുറ്റുപാട് കുലുങ്ങും, പരിതസ്ഥിതി മാറും, അപ്രതീക്ഷിതമായ പലതും സംഭവിക്കും. ഭയപ്പെടരുത്. ദൈവം പരീക്ഷിക്കുകയാണ്. എന്തിനാ? നീ പാപം ചെയ്യുമോ ഇല്ലയോ എന്നറിയാൻ, നീ ഭയപ്പെടുമോ ഇല്ലയോ എന്നറിയാൻ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നീ പാപം ചെയ്യാതെ ഇരിക്കുവാൻ ദൈവത്തിന് സകലതും കഴിയുമെന്നറിഞ്ഞ് ദൈവ ഭയം വരുത്തുവാൻ ദൈവം പരീക്ഷിക്കും. പിന്നെ ചിലപ്പോൾ ചോദ്യങ്ങളിലൂടെ ദൈവം നമ്മെ പരീക്ഷിക്കും. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നമുക്കത് കാണാം. പ്രശ്നങ്ങൾ ഉന്നയിച്ച്, ഇവിടെ വലിയൊരു പ്രശ്നം, 5000 പുരുഷന്മാർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം. ഫിലിപ്പോസിനോട് ചോദിച്ചു, നിനക്ക് കഴിയുമോ? പരീക്ഷിക്കാനാണ് ചോദിച്ചത്. ഉടനെ മാനുഷികമായ കണക്കൂട്ടലാണ് ഫിലിപ്പോസ് പറഞ്ഞത്. നാം അങ്ങനെ ആവരുത്. ഫിലിപ്പോസ് എന്ത് പറയണമായിരുന്നു? ആ പരീക്ഷണത്തിൽ ഫിലിപ്പോസ് പരാജയപ്പെട്ടു. കർത്താവിൻ്റെ ശിഷ്യന്മാർ പരാജയപ്പെട്ടു പോയി. കാരണം അവർ പറയേണ്ടത്, കർത്താവേ നിനക്ക് സകലതും കഴിയുമല്ലോ എന്നാണ്.
മാനുഷികമായ കണക്കൂട്ടലിൻ്റെ പിന്നാലെ നാം പോകുമോ ഇല്ലയോ എന്നറിയുവാൻ ദൈവത്തിന് കഴിയുമെന്ന് നാം പറയുമോ, ദൈവത്തിന് ഒന്നാം സ്ഥാനം നാം കൊടുക്കുമോ ഇല്ലയോ എന്നറിയുവാൻ ദൈവം ചിലപ്പോൾ നമ്മെ പരീക്ഷിച്ചിരിക്കും. കണ്ടോ എത്ര പരീക്ഷയാണ്, ഏതെല്ലാം വിധത്തിലുള്ള പരീക്ഷയാണ്. ദൈവത്തിന് സ്തോത്രം. ഭൗതികമായതിൻ്റെ പിന്നാലെ പോകുവാൻ പരീക്ഷിക്കപ്പെടരുത്. ദൈവത്തിന് സ്തോത്രം. പരീക്ഷ കൊണ്ടുള്ള ഫലങ്ങൾ എന്താണ്? ഒന്നാമത് സക്കറിയാപ്രവചനം 13:9 നാം വായിച്ചു, ശുദ്ധീകരണമുണ്ടാകും. വെള്ളി പോലെ ശുദ്ധീകരിച്ച്, വെള്ളി പോലെ പൊന്നുപോലെ നിർമ്മലീകരിക്കും. ദൈവത്തിന് സ്തോത്രം. മലാക്കി 3:3 തീയിൽ പൊന്നൊരുകും പോലെ ശുദ്ധീകരിക്കും. 1 പത്രോസ് 1:6-7 പൊന്നിനേക്കാൾ വിലയേറിയ പരീക്ഷ അവൻ്റെ പ്രത്യക്ഷതയിൽ അതിൻ്റെ ഗുണം നാം മനസ്സിലാക്കും. നമ്മെ മാനിക്കും. തേജസ്സിനും മാനത്തിനും പുകഴ്ചയ്ക്കുമായി പരീക്ഷ ഗുണകരമാണ്. പരീക്ഷയുടെ ഫലം അനുഗ്രഹമാണ്, തേജസ്സാണ്, മാനമാണ്, പുകഴ്ചയാണ്. പരീക്ഷ കൊണ്ടുള്ള ഗുണം എന്ത്? രണ്ടാമത് യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ എന്താണ് നാം വായിക്കുന്നത്? നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അതിനെ അശേഷം സന്തോഷമെന്നുവീൻ. വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. കർത്താവിൽ നാം സ്ഥിരപ്പെടും. കർത്താവിനോടുള്ള സ്നേഹത്തിൽ സ്ഥിരപ്പെടും. ദൈവത്തിന് സ്തോത്രം. എങ്ങനെ സ്ഥിരപ്പെടുന്നത്? നമുക്കറിയാം, ഒരു കമ്പ്, ഒരു തൂണ് നാം നാട്ടുമ്പോൾ, തടി കൊണ്ടുള്ള ഒരു ചെറിയ കമ്പ് കൊണ്ടുള്ള ഒരു തൂണ് നാം നാട്ടാറുണ്ടല്ലോ. അത് നാട്ടുമ്പോൾ എന്താ ചെയ്യുന്നത്? അതിനെ പൊക്കിയെടുത്ത് ആദ്യത്തെ കുഴിയിലോട്ടിടും, വീണ്ടും ഒന്ന് ആട്ടി ഊരിയെടുത്ത് വീണ്ടും അതേ കുഴിയിലേക്കിടും, വീണ്ടും കറക്കിയെടുത്ത് രണ്ടുപേര് വെയിറ്റുള്ള തൂണാണെങ്കിൽ രണ്ടുപേര് ചേർന്ന് പൊക്കിയെടുത്ത് അതേ കുഴിയിൽ തന്നെ ശക്തിയോടെ ഇടും. എന്തിനാ? കാറ്റത്ത് ആടിപ്പോകാതെ സ്ഥിരത ഉളവാകുവാനാണ്. നമ്മുടെ ജീവിതത്തിൽ പരിശോധന, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആട്ടം, വിവിധ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ എല്ലാം ഉണ്ടാകുന്നത് സ്ഥിരത ഉളവാകാനാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവിൽ സ്ഥിരപ്പെടാനാണ്. അവനോടുള്ള സ്നേഹത്തിൽ, കർത്താവിനോടുള്ള ആത്മാർത്ഥതയിൽ, അവനോടുള്ള അടുപ്പം അത് സ്ഥിരമാകാനാണ് ജീവിതത്തിൽ പരിശോധന വരുന്നത്. ഇത്ര വലിയ ആട്ടത്തിലും ഇത്ര വലിയ കൊടുങ്കാറ്റിലും ശോധനയിലും പതറിപ്പോകാതെ നിൽക്കുവാൻ ദൈവത്തിന് സ്തോത്രം. 1-ാം നൂറ്റാണ്ടിൽ ചിതറിപ്പോയവർ അവിടെവിടങ്ങളായി വചനം ശുശ്രൂഷിച്ചു. എന്തെല്ലാം പരിശോധന അവർക്ക് വന്നു. ഓ ദൈവത്തിന് സ്തോത്രം. രാജാക്കന്മാരെതിരായിരുന്നു, ഭരണാധികാരികളെതിരായിരുന്നു, ഭരണമെതിരായിരുന്നു, കാലാവസ്ഥ എതിരായിരുന്നു, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്. പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്തെല്ലാം പ്രതിസന്ധി 1-ാം നൂറ്റാണ്ടിൽ വന്നു. പരിശോധന. എന്ത് സംഭവിച്ചെന്നിട്ട് 1-ാം നൂറ്റാണ്ടിൽ വന്ന കഷ്ടത മൂലം, പരിശോധന മൂലം അവർ വിശ്വാസത്തിൽ ഉറയ്ക്കുകയായിരുന്നു. അടിസ്ഥാനമല്ലേ? 1-ാം നൂറ്റാണ്ടിലെ സഭ അടിസ്ഥാന സഭയാണ്. അതടിസ്ഥാനം കരിങ്കല്ല് പോലെ ഉറച്ചു കിടന്നത് എന്തുകൊണ്ടാണ്? 1-ാം നൂറ്റാണ്ടിലെ പോലെ ഇത്ര വലിയ കഷ്ടത സഭ അനുഭവിച്ച ഒരു കാലഘട്ടം ഇല്ല തന്നെ. അവർ ചിതറിപ്പോയ കാലഘട്ടത്തിൽ ചിതറിപ്പോവാൻ കാരണം നമുക്കറിയാം. അവരായിരുന്നിടത്തെല്ലാം കഷ്ടതകളായിരുന്നു. അതുകൊണ്ട് ആ ഉറയ്ക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന
സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ അത് അശേഷം സന്തോഷമെന്നെ. ദൈവത്തിന് സ്തോത്രം. അശേഷം സന്തോഷം. 100% വിശ്വാസത്തിൻ്റെ പരിശോധനയെല്ലാം സന്തോഷത്തോടെ. സന്തോഷമെന്ന് എണ്ണുകയും, സന്തോഷമെന്ന് എണ്ണാനൊന്നും കഴിയുകയില്ല പെട്ടെന്ന്. എന്നാലും അത് സന്തോഷത്തിൻ്റെ ലിസ്റ്റിലാക്കണം. കാരണം എന്താ? വിശ്വാസത്തിൻ്റെ പരീക്ഷയല്ലേ. കഷ്ടത അത് വിശ്വാസത്തിൻ്റെ അല്ലേ, അത് സന്തോഷമല്ലേ. അങ്ങനെ അങ്ങ് എണ്ണുകയാണ്. സന്തോഷകരമല്ല എങ്കിലും അത് സന്തോഷത്തോടെ ഏറ്റെടുക്കുക. അല്പം ശോധനയുണ്ട്, കയ്പുള്ള സാധനമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. സന്തോഷം, കഷ്ടത അത് കയ്പിൻ്റെ അനുഭവമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. പക്ഷേ അത് സ്ഥിരത ഉളവാകുമല്ലോ എന്നോർത്ത് അശേഷം സന്തോഷമെന്ന് എണ്ണണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്തിൽ സ്ഥിരത ഉണ്ടാവും. ജീവിതത്തിൽ കഠിന ശോധന വരുമ്പോൾ ചില കുട്ടികൾ മരുന്ന് കുടിക്കത്തില്ല, കയ്പുള്ള മരുന്ന് കുടിക്കത്തില്ല. നമ്മൾ നിർബന്ധിച്ച് കൊടുക്കും. കാരണം എന്താ? അത് അസുഖം മാറാനാണ്. ദൈവത്തിന് കയ്പിൻ്റെ അനുഭവം വന്നാലും അത് വിശ്വാസത്തിൽ സ്ഥിരപ്പെടുമല്ലോ എന്നോർത്ത്, കർത്താവ് ഒരുക്കിയിരിക്കുന്ന പദ്ധതിയാണല്ലോ എന്നോർത്ത്. പൗലോസിന് പരിശോധന ഒട്ടും സന്തോഷകരമായിരുന്നില്ല. എന്നാൽ അത് തൻ്റെ വിശ്വാസത്തിൻ്റെ പരിശോധനയാണ്. ദൈവത്തിൻ്റെ കൃപ തനിക്ക് അതിനൊരു പരിഹാരമായി ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പൗലോസ് എന്ത് ചെയ്യുന്നു? കഷ്ടതയിലും പ്രശംസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അശേഷം സന്തോഷമെന്നെണ്ണുകയും. അശേഷം എണ്ണണം. അതിലൊട്ടും ഭയം വേണ്ട, ഒട്ടും സംശയം വേണ്ട. ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്തിൻ്റെ പരിശോധന. അശേഷം സന്തോഷമെന്നെണ്ണണം. അടുത്തതായിട്ട് ശുദ്ധീകരണം പരീക്ഷയുടെ മറ്റൊരു ഫലമാണ് യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം. നാം വായിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് എന്താണ്? 15-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ, എന്നാൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പരിശോധന കൊണ്ടുള്ള ഫലം എന്താ? അത് ഫലം കായ്ക്കും. ദൈവത്തിന് സ്തോത്രം. പരീക്ഷയുടെ ഫലം എന്താണ്? 1, ശുദ്ധീകരണം ഉണ്ടാകും. 2, സ്ഥിരത ലഭിക്കും. 3, ഫലം പുറപ്പെടുവിക്കും. യോഹന്നാൻ 15:2. ദൈവത്തിന് സ്തോത്രം. ചെത്തി വെടിപ്പാക്കും. വെയിലേൽക്കാത്ത ചില കൊമ്പ് മുന്തിരിവള്ളിക്കുണ്ടാവും. ദൈവത്തിന് സ്തോത്രം. ചില മരങ്ങളുടെ, ചില മുന്തിരിവള്ളിയുടെ പറമ്പിൻ്റെ അതിരുവഴി നിൽക്കുന്ന ചില മരത്തിൻ്റെ ഒക്കെ ചില്ലയുടെ അടിയിലേക്ക്, മരത്തിൻ്റെ ഷെയ്ഡിനടിയിലേക്ക്, മരത്തിൻ്റെ ചോല അതിൻ്റെ കീഴിൽ വല്ല വെയിലേൽക്കാതെ മുന്തിരിവള്ളി അങ്ങോട്ട് പടന്നങ്ങ് കയറും. അവിടെ വെയിലേൽക്കത്തില്ല. മറ്റു മരത്തിൻ്റെ അതിരിൻ്റെ കീഴിലല്ലേ, മരത്തിൻ്റെ കീഴിലല്ലേ. അങ്ങനെ വരുമ്പോൾ യജമാനൻ എന്ത് ചെയ്യും? ആ നീണ്ടു വരുന്നത് അങ്ങ് ചെത്തും. അങ്ങനെ ചെത്തിക്കളയുമ്പോൾ അത് വീണ്ടും ചെറിയ ചെറിയ കൊമ്പുകൾ വരും. ദൈവത്തിന് സ്തോത്രം. ചെറിയ ചെറിയ ശിഖരം വരും, കൊമ്പ് വരും. നീണ്ട ചൂടലിനകത്തോട്ട് പോയാൽ അതിന് കൊമ്പ് വരത്തില്ല. ഒറ്റയ്ക്ക് നീണ്ട് അങ്ങ് പോയാൽ അതിന് കൊമ്പ് വരത്തില്ല, അതിന് ഫലം വരത്തില്ല. നീണ്ടു പോകുന്ന കമ്പിനെ, നീണ്ടു പോകുന്ന മുന്തിരിവള്ളിയുടെ അറ്റത്ത്
ഒന്ന് കോതി വിട്ടാൽ, വെയിലേൽക്കാതെ ചൂടിൽ നിൽക്കുന്ന കൊമ്പ് അന്തരീക്ഷത്തിൽ നീണ്ടു വരുമ്പോൾ അന്തരീക്ഷത്തിലെ ചൂട് ഏൽക്കുവാനായി അതിനെ ഒന്ന് കോതി വിടും. ദൈവത്തിന് സ്തോത്രം. അത് ചെത്തി വിടും, കോതി വിടും. കോതി വിട്ടാൽ എന്ത് സംഭവിക്കും? ശിഖരം വരുമ്പോൾ യജമാന് വളരെ സന്തോഷമായി പൊട്ടിക്കിളിച്ച് ശിഖരങ്ങൾ വരുമ്പോൾ എല്ലാ ശിഖരങ്ങളിലും ഫലമുണ്ടാകും. ഒറ്റയ്ക്ക് നീണ്ടുപോയാൽ അതിനെ ചെത്തി ഫലം വരുവാനായി, ഒത്തിരി ശിഖരങ്ങൾ വരുവാനായി ഏൽപ്പിച്ചു കൊടുക്കും. എല്ലാ ശിഖരത്തിലും ഫലം വരും. ദൈവത്തിന് സ്തോത്രം. മുന്തിരിയിൽ വേദനയുള്ള ഈ പ്രയോഗം, മുന്തിരിക്ക് വേദനയുണ്ടാകുന്ന ഈ പ്രയോഗം യജമാന് അത്ര സന്തോഷമുള്ള കാര്യമല്ല. ദൈവത്തിന് സ്തോത്രം. എങ്കിലും യജമാൻ അത് ചെയ്യും. കാരണം ഫലം കിട്ടണ്ടേ. സ്വർഗീയ യജമാനനും തൻ്റെ മക്കളിലും ഇതേ പ്രയോഗം നടത്തും. കാരണം മറ്റൊന്നിനുമല്ല, നല്ല ഫലം കിട്ടാനാണ്. ദൈവത്തിന് സ്തോത്രം. വിശ്വാസിയിലും യജമാനൻ്റെ ഈ പ്രയോഗം മുഖാന്തരം ധാരാളം ഫലം കിട്ടുവാനിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവപൈതലേ, നിനക്ക് പരീക്ഷയാണോ? നിൻ്റെ ജീവിതത്തിൽ പരീക്ഷ ഉണ്ടോ? ദൈവപൈതലേ, ഈ കാലങ്ങളിൽ നീ കഠിനമായ ശോധനയിലൂടെയാണോ കടന്നു പോകുന്നത്? ക്ഷമയോടെ സഹിക്ക്. യജമാനൻ നിൻ്റെ സ്നേഹം, വിശ്വാസം, നിൻ്റെ പ്രത്യാശ, ഉറപ്പ് ഇവ വർദ്ധിപ്പിക്കാൻ വേണ്ടി കടത്തിവിടുന്ന ശോധനയാണ്. നിരാശപ്പെടരുത്. അവനോട് ചേർന്ന് നിൽക്കണം. പരീക്ഷയോടെ കൂടെ പോക്കുവഴികൾ നൽകുന്ന ദൈവമുണ്ട്. നിന്നെ സ്നേഹിക്കുന്ന ദൈവമുണ്ടെന്നറിയണം. അവൻ്റെ കൈക്കിലെ ഇണങ്ങിയ ആയുധമായി ഏൽപ്പിച്ചുകൊട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. ഘോരമാം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ നടത്തുന്നതേശുവത്രേ, ഞാൻ അവൻ കരങ്ങളില. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നത് തീയിലല്ല, യേശുവിൻ കരങ്ങളില. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധമേ, സ്വർഗപിതാവേ, പരിശോധനയിൽ തളർന്നു പോകാതെ ധൈര്യത്തോടെ നിൽപ്പാൻ
ശുദ്ധീകരണം ഉണ്ടാകുമെന്നറിഞ്ഞ്, സ്ഥിരത ഉണ്ടാകുമെന്നറിഞ്ഞ്, ഫലം പുറപ്പെടുവിക്കുമെന്നറിഞ്ഞ് കർത്താവിൻ്റെ പരീക്ഷകളെ സന്തോഷത്തോടെ സഹിപ്പാൻ അവിടുത്തെ കരങ്ങളിൽ മക്കളെ സമർപ്പിക്കുന്നു. എത്രത്തോളം നീ സഹായിച്ചു, ഇനി ആ തീരാത്ത നന്മകൾ നൽകി അവിടുത്തെ വിശ്വാസത്തിൽ നിലനിർത്തിയല്ലോ. വീണ്ടും കരങ്ങളിൽ സമർപ്പിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൻ്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ നിൻ്റെ മക്കൾ വെച്ച് പ്രാർത്ഥിക്കുന്ന സകല വിഷയങ്ങൾക്കും ദൈവം മറുപടി നൽകണമേ, വിടുതൽ നൽകണമേ, ആശ്വാസം നൽകണമേ. കൃപ കൂടെ ഇരിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.